പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആസിഡുകളും ആൽക്കലികളും എന്ന പാഠത്തിലെ 4ാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ആസിഡുകളുടെ ഒരുപാട് പ്രത്യേകതകൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു അവ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആസിഡുകളുടെ പ്രത്യേകതയാണ് പഠിച്ചത്. ആസിഡുകൾ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇവിടെ നിങ്ങൾക്ക് ഒരു ബീക്കറും അതിനകത്ത് ഒരു ദ്രാവകവും കാണാം. ഇത് ചുണ്ണാമ്പ് വെള്ളമാണ്, അഥവാ ലൈം വാട്ടർ. ഇതിലേക്ക് നീല ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ എന്താണ് സംഭവിക്കുക? നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. ഒരിക്കൽ കൂടി ഒന്ന് നോക്കാം. നീല ലിറ്റ്മസ് പേപ്പറിന് നിറമാറ്റം ഇല്ല. ഇത് ആസിഡ് അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം ആസിഡാണെങ്കിൽ നീല ലിറ്റ്മസ് ചുവപ്പായി മാറുമായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നീല ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചാണ് പരീക്ഷണങ്ങൾ ചെയ്തത്. ആസിഡുകൾ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്നു എന്നും നമ്മൾ കണ്ടു. ഇതേപോലെ ചുവന്ന ലിറ്റ്മസ് പേപ്പറും ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഈ ദ്രാവകത്തിലേക്ക് നമുക്ക് ചുവന്ന ലിറ്റ്മസ് പേപ്പർ മുക്കിയാലോ? എന്താണ് സംഭവിക്കുക? നമുക്ക് നോക്കാം. ഈ ലിറ്റ്മസിൻ്റെ നിറം നോക്കൂ. ഇത് നീലയായിരിക്കുന്നു. ചുണ്ണാമ്പ് വെള്ളത്തിൽ ചുവന്ന ലിറ്റ്മസ് പേപ്പർ നീലയായിട്ടുണ്ട്. നോക്കൂ കൂട്ടുകാരെ, ഏതൊക്കെ പദാർത്ഥങ്ങളാണ് ഇതുപോലെ ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കി മാറ്റുക? നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കിയാലോ? ഈ പരീക്ഷണത്തിനായി നമുക്ക് കുറച്ച് വസ്തുക്കൾ ഉപയോഗിക്കാം. സ്ക്രീനിലേക്കൊന്ന് നോക്കൂ. ഏതൊക്കെ വസ്തുക്കളാണ് ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കി മാറ്റുക? വിച്ച് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ? നമുക്ക് പരീക്ഷണം നോക്കാം. ഈ പരീക്ഷണത്തിനായി നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ: ഒന്ന് ജലം, ചുണ്ണാമ്പ് വെള്ളം, സോപ്പ് വെള്ളം, വിനാഗിരി, ഉപ്പ് ലായനി എന്നിവയാണ് നമ്മൾ ഈ പരീക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. ഈ പരീക്ഷണം നടത്തുമ്പോൾ കൂട്ടുകാർ ഒരു കാര്യം ചെയ്യണം. ഏതൊക്കെ വസ്തുക്കളാണ് ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുക എന്നുള്ളതിൻ്റെ ഊഹമൊന്ന് കുറിച്ച് വയ്ക്കുക. അതിനുശേഷം പരീക്ഷണത്തിനായി ഒരു കോളം കൂടി വരച്ചു വയ്ക്കണം. ഒന്നാമത്തെ കോളത്തിൽ പദാർത്ഥത്തിൻ്റെ പേരും രണ്ടാമത്തെ കോളത്തിൽ ചുവന്ന ലിറ്റ്മസിനുണ്ടാവുന്ന നിറമാറ്റവും കൂട്ടുകാർ രേഖപ്പെടുത്തണം. സ്ക്രീനിലുള്ളതുപോലെ ഒരു പട്ടിക കൂട്ടുകാർക്ക് വരയ്ക്കാം. നമുക്ക് പരീക്ഷണം തുടങ്ങിയാലോ? ഓരോ പരീക്ഷണം കാണുമ്പോഴും ഉണ്ടാവുന്ന നിറമാറ്റം കൂട്ടുകാർ കൃത്യമായി രേഖപ്പെടുത്തണേ. ആദ്യം നമുക്ക് ജലമെടുക്കാം. ഈ ടെസ്റ്റ് ട്യൂബിൽ ജലമാണുള്ളത്. അതിലേക്ക് നമുക്ക് ചുവന്ന ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കാം. ഈ ലിറ്റ്മസ് പേപ്പറിന് നിറമാറ്റമുണ്ടായോ? ഇല്ല. ചുവന്ന ലിറ്റ്മസിൻ്റെ നിറം ചുവപ്പ് തന്നെയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് കോളത്തിൽ പൂരിപ്പിക്കാം: ജലം, വാട്ടർ, കളർ ഓഫ് റെഡ് ലിറ്റ്മസ്. ചുവന്ന ലിറ്റ്മസിൻ്റെ നിറം ചുവപ്പ് എന്ന് തന്നെ രേഖപ്പെടുത്താം. ഇനി നമുക്ക്
അടുത്ത പദാർത്ഥത്തിൽ ഇതേ പരീക്ഷണം ചെയ്യാം. ചുണ്ണാമ്പ് വെള്ളത്തിലെ മാറ്റം കൂട്ടുകാർ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. ചുണ്ണാമ്പ് വെള്ളത്തിൽ ചുവന്ന ലിറ്റ്മസ് നീലയായിരിക്കുന്നു. കൂട്ടുകാർ രേഖപ്പെടുത്തണേ. ലൈം വാട്ടർ, സെക്കൻഡ് കോളത്തിൽ ബ്ലൂ കളർ. മൂന്നാമതായി നമ്മൾ ഉപയോഗിക്കുന്നത് അസറ്റിക് ആസിഡാണ്, അഥവാ വിനാഗിരി. വിനാഗിരിയിൽ ചുവന്ന ലിറ്റ്മസിന് എന്ത് നിറമാണ് ഉണ്ടാകുക? നോക്കൂ, ചുവന്ന ലിറ്റ്മസ് ചുവപ്പ് തന്നെയാണ്. വിനെഗർ റെഡ് കളർ. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് സോപ്പ് വെള്ളമാണ്. എന്തു മാറ്റമാണ് സോപ്പ് വെള്ളം ചുവന്ന ലിറ്റ്മസിനുണ്ടാക്കുക? സോപ്പിൽ ചുവന്ന ലിറ്റ്മസ് നീലയായിരിക്കുന്നു. സോപ്പ് സൊല്യൂഷൻ ബ്ലൂ കളർ. നമ്മൾ ഉപയോഗിക്കുന്നത് ഉപ്പ് ലായനിയാണ്. ഉപ്പ് ലായനിയിൽ എന്ത് നിറമാറ്റമാണെന്ന് നോക്കൂ. ചുവന്ന ലിറ്റ്മസ് ചുവപ്പ് തന്നെയാണ്. അതിന് നിറമാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. കോളത്തിൽ എഴുതാം സാൾട്ട് സൊല്യൂഷൻ, കളർ റെഡ് കളർ. കൂട്ടുകാർ ഈ പട്ടിക ഒന്ന് പരിശോധിക്കൂ. ഏതൊക്കെ പദാർത്ഥങ്ങളാണ് ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കി മാറ്റിയത്? കൂട്ടുകാർ തയ്യാറാക്കിയ പട്ടിക ഒന്ന് പരിശോധിക്കൂ. ശരിയാണ്, സോപ്പ് വെള്ളവും ചുണ്ണാമ്പ് വെള്ളവുമാണ് ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കി മാറ്റിയത്. സോപ്പ് സൊല്യൂഷൻ ആൻഡ് ലൈം വാട്ടർ. ഇങ്ങനെ ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളെ ഒരു പ്രത്യേക പേര് വിളിക്കും. അവയാണ് ആൽക്കലികൾ. എന്തൊക്കെയാണ് ആൽക്കലിയുടെ പൊതുവായ പ്രത്യേകതകൾ? നമ്മൾ ആസിഡിൻ്റെ പ്രത്യേകതകൾ പഠിച്ചിട്ടുണ്ട്. ആസിഡുകൾക്ക് പുളിരുചിയാണ്. അവ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കും. ഇതൊക്കെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ആൽക്കലിയുടെ പ്രത്യേകത? എന്താണ് അവയുടെ രുചി? സോപ്പ് പലപ്പോഴും നമ്മുടെ വായിലായിട്ടുണ്ടാകാം. അതിന് രുചി അറിഞ്ഞിട്ടില്ലേ? കാരരുചിയാണ്. സോപ്പിന് കാരരുചിയാണ്, അഥവാ ഒരു ബിറ്റർ ടേസ്റ്റാണ്. സോപ്പ് കയ്യിലായാൽ വഴുവഴുപ്പ് അനുഭവപ്പെടാറില്ലേ? അതും ആൽക്കലികളുടെ മറ്റൊരു പ്രത്യേകതയാണ്. നമ്മുടെ പരീക്ഷണശാലകളിൽ നിരവധി ആൽക്കലികൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ശക്തിയേറിയ ആൽക്കലികളാണവ. വളരെ പ്രധാനപ്പെട്ട ആൽക്കലികളാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്, കാസ്റ്റിക് സോഡ എന്നറിയപ്പെടും. അതേപോലെ കാസ്റ്റിക് പൊട്ടാഷ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ് തുടങ്ങിയവയും ലാബുകളിൽ ഉപയോഗിക്കുന്ന ശക്തിയേറിയ ആൽക്കലികളാണ്. ലാബിൽ ഉപയോഗിക്കുന്ന ഒരു ആൽക്കലിയെ പരിചയപ്പെട്ടാലോ? ഇത് സോഡിയം ഹൈഡ്രോക്സൈഡാണ്. ശക്തിയേറിയ ഒരു ആൽക്കലിയാണിത്. കാസ്റ്റിക് സോഡ എന്നുകൂടി ഇതിന് പേരുണ്ട്. ഇത് കയ്യിലാവാതെ സൂക്ഷിക്കണം. ശക്തിയേറിയ ആൽക്കലിയായതിനാൽ പൊള്ളലേൽപ്പിക്കാൻ ഇതിന് കഴിയും. നമുക്ക് ചെറിയ കഷ്ണം ആൽക്കലി എടുക്കാം. കൂട്ടുകാർ കാണുന്നുണ്ടോ? വെളുത്ത നിറത്തിലുള്ള പരലുകളായാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് ലഭിക്കുക. നമുക്ക് ഇത് ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് ഇത് ഇടാം. അല്പം വെള്ളമൊഴിക്കാം. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് ജലത്തിൽ ലയിക്കുമ്പോൾ ഒരുപാട് ചൂട് പുറത്തു വിടും. അതുകൊണ്ട് തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡ് ലയിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ചെയ്യരുത്. നമുക്ക് ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിലേക്ക് ഒരു കഷ്ണം ചുവന്ന ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കിയാലോ? ഈ ലിറ്റ്മസ് പേപ്പറിനുണ്ടായ നിറമാറ്റം നോക്കൂ. ചുവന്ന ലിറ്റ്മസ് നീലയായിരിക്കുന്നു. അപ്പോൾ ഇത് ഒരു ആൽക്കലിയാണ് എന്ന് നമുക്ക് വ്യക്തമാകുന്നു. നമ്മളിന്ന് ഒരു പുതിയ പദാർത്ഥത്തെയാണ് പരിചയപ്പെട്ടത്, ആൽക്കലികൾ. എന്താണ് ആൽക്കലികൾ? ചുണ്ണാമ്പ് വെള്ളം പോലെ ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. അവയ്ക്ക് കാരരുചിയാണുള്ളത്. വഴുവഴുപ്പും ഉണ്ടാകും. ഇപ്പോൾ ചുവന്ന ലിറ്റ്മസ് പേപ്പറും നീല ലിറ്റ്മസ് പേപ്പറും ഉപയോഗിച്ച് നമ്മൾ പരീക്ഷണങ്ങൾ ചെയ്തു. ആസിഡുകൾ നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കിയത് നമ്മൾ കണ്ടു. ആൽക്കലികൾ ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കിയതും കണ്ടു. പക്ഷേ ചില പദാർത്ഥങ്ങളിൽ നീല ലിറ്റ്മസിനും ചുവന്ന ലിറ്റ്മസിനും യാതൊരു നിറമാറ്റവും ഉണ്ടായിട്ടില്ല. കൂട്ടുകാർ ഈ പട്ടികയൊന്ന് നോക്കൂ. അതിൽ
ജലവും ഉപ്പുവെള്ളവും, വാട്ടർ ആൻഡ് സാൾട്ട് സൊല്യൂഷൻ ഉണ്ടാക്കിയ നിറമാറ്റങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. അവ നീല ലിറ്റ്മസിൽ നീല നിറവും ചുവന്ന ലിറ്റ്മസിൽ ചുവപ്പ് നിറവും തന്നെയാണ് കാണിച്ചത്. ഇങ്ങനെ ചുവന്ന ലിറ്റ്മസിനും നീല ലിറ്റ്മസിനും യാതൊരു നിറമാറ്റവും ഉണ്ടാക്കാത്ത ചില പദാർത്ഥങ്ങളുണ്ട്. ചുവന്ന ലിറ്റ്മസ് പേപ്പറിനും നീല ലിറ്റ്മസ് പേപ്പറിനും നിറമാറ്റമുണ്ടാക്കാത്ത ഇത്തരം പദാർത്ഥങ്ങളെ ന്യൂട്രൽ സബ്സ്റ്റൻസസ് അഥവാ നിർവീര്യ പദാർത്ഥങ്ങൾ എന്ന് വിളിക്കുന്നു. കൂട്ടുകാർ ഈ കാര്യം കൂടി ഒന്ന് ഓർക്കുക. കൂട്ടുകാരുടെ വീട്ടിലും പലതരം ആൽക്കലികളുണ്ട്. ചുവന്ന ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ച് നമ്മൾ പരീക്ഷണശാലകളിൽ ഈ ആൽക്കലികളെ തിരിച്ചറിഞ്ഞു. പക്ഷേ വീട്ടിലെ ആൽക്കലികൾ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുക? നിങ്ങളുടെ കയ്യിൽ ചുവന്ന ലിറ്റ്മസ് പേപ്പർ ഇല്ലല്ലോ. അതും നമുക്ക് വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണ് ഒരു നീല ചെമ്പരത്തി പേപ്പറിനെ ചുവന്ന ചെമ്പരത്തി പേപ്പറാക്കി മാറ്റുക? നമുക്കൊന്ന് കണ്ടാലോ. ഈ മുറിച്ച് വെച്ച നീല ചെമ്പരത്തി പേപ്പറിൻ്റെ കഷ്ണത്തെ നമ്മൾ എങ്ങനെയാണ് ചുവപ്പാക്കി മാറ്റുക? വിനാഗിരിയാണ് ഈ ബീക്കറിലുള്ളത്. ഇതിലേക്ക് നമുക്ക് ഈ ചെമ്പരത്തി പേപ്പർ മുക്കി നോക്കാം. നോക്കൂ, ഇത് ഇപ്പോൾ ചുവപ്പായിരിക്കുന്നു. ചുവപ്പായ ഈ പേപ്പറിനെ ഉണക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചുവന്ന ചെമ്പരത്തി പേപ്പറായി ഉപയോഗിക്കാൻ കഴിയും. അതുപയോഗിച്ച് നമുക്ക് ആൽക്കലികളെ തിരിച്ചറിയാനും കഴിയും. ചുവന്ന ചെമ്പരത്തി പേപ്പർ ഉണ്ടാക്കാൻ മറ്റൊരു മാർഗം കൂടിയുണ്ട്. വിനാഗിരിക്ക് പകരം നമുക്ക് ചെറുനാരങ്ങയും ഉപയോഗിക്കാം. കൂട്ടുകാർ ഇത് നോക്കൂ. ഇതേപോലെ പേപ്പറിൻ്റെ ഇരുഭാഗത്തും നാരങ്ങാ നീര് ഉരച്ചു പിടിപ്പിച്ച് നിങ്ങൾക്കും ചുവന്ന ചെമ്പരത്തി പേപ്പർ നിർമ്മിക്കാൻ കഴിയും. ഇത് ഉണക്കിയെടുത്ത് മുറിച്ച് വെച്ചാൽ നിങ്ങളുടെ പരീക്ഷണശാലയിൽ ചുവന്ന ലിറ്റ്മസ് പേപ്പറിന് പകരം നമുക്കിത് ഉപയോഗിക്കാം. കൂട്ടുകാർ ഈ പ്രവർത്തനം വീട്ടിൽ നിന്ന് ചെയ്യണം. ചുവന്ന ചെമ്പരത്തി പേപ്പർ നിർമ്മിക്കണം. എന്നിട്ട് വീട്ടിൽ ലഭ്യമായ വസ്തുക്കളിൽ ഏതൊക്കെയാണ് ആൽക്കലി എന്ന് കണ്ടെത്താൻ ശ്രമിക്കൂ. ഒപ്പം താഴെ പറയുന്ന പദാർത്ഥങ്ങളെ ആസിഡുകൾ, ആൽക്കലികൾ, നിർവീര്യം എന്നിങ്ങനെ തരംതിരിക്കുകയും വേണം. പദാർത്ഥങ്ങളുടെ ലിസ്റ്റ് സ്ക്രീനിൽ കാണാം. നോക്കൂ. ആസിഡുകളുടെയും ആൽക്കലികളുടെയും പ്രത്യേകതകൾ താരതമ്യം ചെയ്ത് കൂട്ടുകാർ ഒരു കുറിപ്പ് തയ്യാറാക്കണം. ആ കുറിപ്പ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും വേണം. കമ്പയർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് ആൻഡ് പ്രിപ്പയർ എ നോട്ട്. സെൻഡ് ഇറ്റ് ടു യുവർ സയൻസ് ടീച്ചർ. ഇവിടെ 2 ബീക്കറുകൾ കാണാം. രണ്ടിലും നിറമില്ലാത്ത ദ്രാവകങ്ങളാണുള്ളത്. അതിലൊന്ന് സൾഫ്യൂരിക് ആസിഡാണ്. രണ്ടാമത്തെ ബീക്കറിലുള്ളത് നേർപ്പിച്ച സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയുമാണ്. ഒന്ന് ആസിഡും ഒന്ന് ആൽക്കലിയുമാണ്. എങ്ങനെയാണ് ഇവയെ നമ്മൾ തിരിച്ചറിയുക? കൂട്ടുകാരൊന്ന് പറഞ്ഞു നോക്കൂ. ഈ ലായനികളെ നീല ലിറ്റ്മസ് പേപ്പറും ചുവന്ന ലിറ്റ്മസ് പേപ്പറും ഉപയോഗിച്ച് തിരിച്ചറിയാം. നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ മുക്കിയാൽ ചുവപ്പാകും. ചുവന്ന ലിറ്റ്മസ് പേപ്പർ ആൽക്കലിയിൽ മുക്കിയാൽ നീലയാകും. കൂട്ടുകാരൻ പറഞ്ഞ ഉത്തരം ശരിയാണോ? നമുക്കൊന്ന് പരിശോധിച്ചാലോ. നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പാക്കുന്ന പദാർത്ഥം ആസിഡായിരിക്കും. ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്നത് ആൽക്കലിയുമായിരിക്കും. നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ദ്രാവകത്തിലേക്ക് നമുക്ക് ആദ്യം നീല ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കാം. അതിന് നിറമാറ്റമുണ്ടോ? ഇല്ല. അപ്പോൾ ഈ ദ്രാവകം ആസിഡ് അല്ല എന്ന് ഉറപ്പായി. അതിലേക്ക് ചുവന്ന ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കിയാലോ? നമുക്ക് നോക്കാം. യെസ്, ചുവന്ന ലിറ്റ്മസ് നീലയായിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ഈ ദ്രാവകം ആൽക്കലിയാണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി. രണ്ടാമത്തെ ലായനിയിലേക്ക് നമുക്ക് ചുവന്ന ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കാം. രണ്ടാമത്തെ ലായനിയിൽ ചുവന്ന ലിറ്റ്മസ് പേപ്പറിന് യാതൊരു നിറമാറ്റവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത് ആൽക്കലി അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ആസിഡാണോ എന്ന് ഉറപ്പിക്കണമെങ്കിൽ നാം നീല ലിറ്റ്മസ് പേപ്പറും ഉപയോഗിച്ച് നോക്കണം. നോക്കൂ, നീല ലിറ്റ്മസ് പേപ്പർ നമുക്ക് ഈ ദ്രാവകത്തിൽ മുക്കി നോക്കാം. അതെ, ഇത് ചുവപ്പായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ദ്രാവകം ആസിഡാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും.
എന്തുകൊണ്ടാണ് നമ്മൾ ഇതിനു വേണ്ടി ഈ ലിറ്റ്മസ് പേപ്പർ ഉപയോഗിച്ചത്? ഇവ ആസിഡിലും ആൽക്കലിയിലും വ്യത്യസ്തമായ നിറങ്ങൾ കാണിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആസിഡിനെയും ആൽക്കലിയെയും തിരിച്ചറിയാൻ ചുവന്ന ലിറ്റ്മസ് പേപ്പറും നീല ലിറ്റ്മസ് പേപ്പറും ഉപയോഗിച്ചത്. ആസിഡിനെയും ആൽക്കലിയെയും തിരിച്ചറിയാൻ നമുക്ക് ലിറ്റ്മസ് പേപ്പറോ ചെമ്പരത്തി പേപ്പറോ ഉപയോഗിക്കാം. ഇതല്ലാതെ മറ്റേതൊക്കെ പദാർത്ഥങ്ങളാണ് ആസിഡിനെയും ആൽക്കലിയെയും തിരിച്ചറിയാൻ സഹായിക്കുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ. ഞാൻ നിങ്ങൾക്കൊരു മഞ്ഞ പേപ്പർ കാണിച്ചു തരാം. കൂട്ടുകാരെ, ഈ മഞ്ഞ പേപ്പറിലേക്ക് നോക്കൂ. ഇതിലേക്ക് നമുക്ക് ഇത്തിരി വിനാഗിരി ചേർത്ത് നോക്കാം. എന്ത് നിറമാറ്റമാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം. ഒരു പഞ്ഞി ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് ചെയ്യാം. പേപ്പറിന് നിറമാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഈ മഞ്ഞ പേപ്പറിൽ ആസിഡ് കൊണ്ട് തുടച്ചപ്പോൾ ആ മഞ്ഞ നിറം കുറച്ചുകൂടി കട്ടിയായിട്ടുണ്ട് അല്ലേ? മഞ്ഞ തന്നെയാണ് അതിന് ഇപ്പോഴും നിറമുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് ഇത്തിരി ചുണ്ണാമ്പ് വെള്ളം ചേർത്ത് നോക്കിയാലോ. എന്താണ് സംഭവിക്കുക നോക്കാം. നോക്കൂ, ഇപ്പോഴുണ്ടായ നിറം എന്താണ്? അത് ചുവപ്പായിരിക്കുന്നു. മഞ്ഞൾ പേപ്പർ ആൽക്കലിയിൽ ചുവപ്പ് നിറം കാണിച്ചിരിക്കുന്നു. ഇനി പറഞ്ഞു നോക്കൂ, ഈ മഞ്ഞൾ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഏത് പദാർത്ഥത്തെയാണ് തിരിച്ചറിയാൻ കഴിയുക? ആസിഡിനെയാണോ ആൽക്കലിയെയാണോ? മഞ്ഞൾ പേപ്പർ ആൽക്കലിയിൽ വ്യക്തമായ നിറമാറ്റം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ഞൾ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ആൽക്കലികളെ തിരിച്ചറിയാൻ കഴിയും. ഇനി ഈ മഞ്ഞ പേപ്പർ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? നമ്മുടെ മഞ്ഞളിലെ സാധാരണ മഞ്ഞൾ, ആ മഞ്ഞൾ പേപ്പറിൽ ഉരച്ചു പിടിപ്പിച്ചതാണ് ഈ മഞ്ഞ നിറത്തിലുള്ള പേപ്പർ. ഇതിനെ നമുക്ക് മഞ്ഞൾ പേപ്പർ എന്നും വിളിക്കാം. ഈ മഞ്ഞൾ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ആൽക്കലികളെ തിരിച്ചറിയാൻ കഴിയും. ചെമ്പരത്തി പേപ്പർ പോലെ തന്നെ മഞ്ഞൾ പേപ്പറും ബീറ്റ്റൂട്ട് പേപ്പറും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ കഴിയും. ആസിഡുകളെയും ആൽക്കലികളെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന ഇത്തരം വസ്തുക്കളെ നമ്മൾ വിളിക്കുന്നത് സൂചകങ്ങൾ എന്നാണ്. എന്താണ് സൂചകം? ആസിഡിലും ആൽക്കലിയിലും വ്യത്യസ്ത നിറങ്ങൾ കാണിക്കുന്ന പദാർത്ഥങ്ങളാണ് സൂചകങ്ങൾ. കൂട്ടുകാർക്ക് വീട്ടിന് ചുറ്റുപാടും ലഭിക്കുന്ന സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾ ഉപയോഗിച്ച് ഇത്തരം സൂചകങ്ങൾ നിർമ്മിച്ചെടുക്കാൻ കഴിയും. ആ സൂചക പേപ്പർ ഉപയോഗിച്ച് ആസിഡുകളും ആൽക്കലികളും ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാനും കഴിയും. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സസ്യങ്ങളുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇങ്ങനെ സൂചകങ്ങളായി ഉപയോഗിക്കാൻ കഴിയുക? അതൊരു പ്രൊജക്റ്റായി ചെയ്താലോ? ആ പ്രൊജക്റ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് നിങ്ങൾ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. എങ്ങനെയാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യുക? ആദ്യം ചെയ്യേണ്ടത് പരീക്ഷണത്തിനാവശ്യമായ സസ്യങ്ങളുടെ പട്ടികയുണ്ടാക്കുകയും ആ സസ്യങ്ങൾ ശേഖരിക്കുകയും ചെയ്യുകയാണ്. ശംഖുപുഷ്പം, ചെമ്പരത്തി, മഞ്ഞൾ, ബീറ്റ്റൂട്ട്, പതിമുഖം, വയലറ്റ് ക്യാബേജ് തുടങ്ങിയ പദാർത്ഥങ്ങളൊക്കെ നിങ്ങൾക്കിതിനായി ഉപയോഗപ്പെടുത്താം. പിന്നീട് ചെയ്യേണ്ടത് എന്താണ്? ഇവ ഉപയോഗിച്ച് സൂചക പേപ്പർ തയ്യാറാക്കണം. എങ്ങനെയാണ് സൂചക പേപ്പർ തയ്യാറാക്കുക? നമ്മൾ മഞ്ഞൾ പേപ്പർ ഉണ്ടാക്കിയതുപോലെ ചെമ്പരത്തി പേപ്പർ ഉണ്ടാക്കിയതുപോലെ ആ വസ്തുക്കൾ വെളുത്ത പേപ്പറിൽ ഉരച്ച് നിങ്ങൾക്ക് സൂചക പേപ്പർ ഉണ്ടാക്കിയെടുക്കാം. ഇനി എങ്ങനെയാണ് ഇവ ഉപയോഗിച്ച് ആസിഡിനെയും ആൽക്കലിയെയും തിരിച്ചറിയുക? ഈ സൂചക പേപ്പറുകൾ ഏതെങ്കിലും ആസിഡിലോ ഏതെങ്കിലും ഒരു ആൽക്കലിയിലും മുക്കി നോക്കണം. ആസിഡായി വിനാഗിരിയും ആൽക്കലിയായി ചുണ്ണാമ്പ് വെള്ളമോ സോപ്പ് വെള്ളമോ ഉപയോഗിക്കാം. കിട്ടിയ വിവരങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾ രേഖപ്പെടുത്തണം. എങ്ങനെയാണ് രേഖപ്പെടുത്തുക? അതിനായി നമുക്കൊരു ഫോർമാറ്റ് തയ്യാറാക്കാം. പദാർത്ഥം, ആസിഡിലുണ്ടായ നിറമാറ്റം, ആൽക്കലിയിലുണ്ടായ നിറമാറ്റം, സബ്സ്റ്റൻസ്, കളർ ഇൻ ആസിഡ്, കളർ ഇൻ ആൽക്കലി. ഈ രീതിയിൽ ഒരു ഫോർമാറ്റ് തയ്യാറാക്കി അതിൽ രേഖപ്പെടുത്താമല്ലോ. അതിനുശേഷം ഈ വിവരങ്ങളെ ഒന്ന് അപഗ്രഥിക്കണം. ഏതൊക്കെ പദാർത്ഥങ്ങളാണ് ആസിഡിൽ നിറമാറ്റം ഉണ്ടായത്, ഏതൊക്കെ പദാർത്ഥങ്ങളാണ് ആൽക്കലിയിൽ നിറമാറ്റം ഉണ്ടായത്.
പിന്നീട് നിങ്ങൾ എത്തിച്ചേർന്ന നിഗമനങ്ങൾ രേഖപ്പെടുത്തൂ. ഏതൊക്കെ വസ്തുക്കളാണ് ആൽക്കലിയെ തിരിച്ചറിയാൻ സഹായിക്കുക, ഏതൊക്കെ പദാർത്ഥങ്ങളാണ് ആസിഡിനെ തിരിച്ചറിയാൻ സഹായിക്കുക, ഇതൊക്കെ കൃത്യമായി ശാസ്ത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തുക. അതിനുശേഷം ഇവ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടായി നിങ്ങളുടെ സയൻസ് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഒരു പ്രോജക്റ്റ് റിപ്പോർട്ടിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? പ്രോജക്റ്റ് റിപ്പോർട്ട്. പ്രോജക്റ്റിൻ്റെ തലക്കെട്ട്, ടൈറ്റിൽ ഓഫ് ദ പ്രോജക്റ്റ്. ആമുഖം, ഇൻട്രൊഡക്ഷൻ. പ്രോജക്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യവും അതിൻ്റെ പ്രസക്തിയും ചുരുക്കി എഴുതുക. ഉദ്ദേശ്യം, ഒബ്ജക്റ്റീവ്സ്. പ്രോജക്റ്റിൻ്റെ ലക്ഷ്യങ്ങൾ അക്കമിട്ട് എഴുതുക. പഠനരീതി, മെത്തഡ് ഓഫ് സ്റ്റഡി. പ്രോജക്റ്റ് ചെയ്ത രീതി എങ്ങനെയെന്ന് വിശദമായി എഴുതുക. ദത്ത് ശേഖരണം, ഡാറ്റ കളക്ഷൻ. നാം ശേഖരിച്ച വിവരങ്ങളാണ് ദത്തം അഥവാ ഡാറ്റ. ഇവ കൃത്യമായി ഫോർമാറ്റിൽ രേഖപ്പെടുത്തുക. അനാലിസിസ്, അപഗ്രഥനം. കിട്ടിയ വിവരങ്ങളെ ബന്ധപ്പെടുത്തി യുക്തിപൂർവ്വം വിശകലനം ചെയ്യുക. നിഗമനം, ഇൻഫറൻസ്. വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യകാരണസഹിതം നിഗമനങ്ങൾ ചുരുക്കിയെഴുതുക. തുടർന്ന് നിർദ്ദേശങ്ങളും അനുബന്ധ വിവരങ്ങളും രേഖപ്പെടുത്താം. ഈ രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി കൂട്ടുകാർ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ഇത് നാളെ തന്നെ ചെയ്യേണ്ടതില്ല, സമയമെടുത്ത് ചെയ്ത് കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാം. നമുക്കൊരു മാജിക് കണ്ടാലോ? ഇതൊരു മാന്ത്രിക ഗ്ലാസ്സാണ്. ഇതിലെ നിറമില്ലാത്ത ദ്രാവകം ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുകയാണ്. എന്ത് സംഭവിക്കും എന്ന് നോക്കൂ. വളരെ മനോഹരമായ പിങ്ക് നിറത്തിലേക്ക് ആ ദ്രാവകം മാറിയിരിക്കുന്നു. എന്താണ് ഈ മാജിക്കിൻ്റെ രഹസ്യം? കൂട്ടുകാർക്ക് അറിയാൻ താല്പര്യമില്ലേ? ഞാൻ നിങ്ങൾക്ക് ചെറിയ ഒരു പരീക്ഷണം കാണിച്ചു തരാം. ആ പരീക്ഷണത്തിന് ശേഷം ഇതിൻ്റെ രഹസ്യം കൂട്ടുകാർ പറയണം. ഇവിടെ 3 ബീക്കറുകളുണ്ട്. ഒന്നാമത്തെ ബീക്കറിൽ ജലമാണുള്ളത്. രണ്ടാമത്തെ ബീക്കറിൽ ഒരു ആൽക്കലിയാണ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി. മൂന്നാമത്തെ ബീക്കറിലുള്ളത് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡാണ്. നമ്മൾ ആദ്യം ഈ പരീക്ഷണത്തിന് ഉപയോഗിക്കുന്നത് ജലമാണ്. എന്താണ് ജലത്തിൻ്റെ സ്വഭാവം? അതെ, ജലം ആസിഡോ ആൽക്കലിയോ അല്ല, അത് നിർവീര്യമായ ഒരു പദാർത്ഥമാണ്. നമുക്ക് ജലത്തിലേക്ക് ഒരു പുതിയ പദാർത്ഥം ചേർക്കാം. ലാബിൽ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് ഇത്. ഈ സൂചകത്തിൻ്റെ പേരാണ് ഫിനോൾഫ്തലീൻ. ഫിനോൾഫ്തലീൻ ജലത്തിൽ ചേർത്താൽ എന്ത് നിറമാണ് ഉണ്ടാവുക? നമുക്കൊന്ന് നോക്കിയാലോ? നമുക്ക് ഇത്തിരി ജലം ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കാം. ഈ ജലത്തിലേക്ക് ഇത്തിരി ഫിനോൾഫ്തലീൻ ചേർക്കാം. നോക്കൂ, ജലത്തിന് എന്തെങ്കിലും നിറമാറ്റമുണ്ടായോ? ഫിനോൾഫ്തലീൻ ജലത്തിൽ ചേർത്തപ്പോൾ യാതൊരു നിറവും ഉണ്ടായിട്ടില്ല. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ആസിഡാണ്, നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്. അത് നമുക്ക് ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കാം. ഇതിലേക്ക് ഫിനോൾഫ്തലീൻ ചേർത്താൽ എന്ത് നിറമാണ് ഉണ്ടാകുക? നിറമാറ്റം കൂട്ടുകാർ നിരീക്ഷിക്കണം. ഇതേ സമയത്ത് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. എന്തെങ്കിലും നിറമാറ്റം ആസിഡിൽ ഫിനോൾഫ്തലീൻ ഉണ്ടായോ? ഇല്ല. ഇനി നമ്മൾ ചെയ്യുന്നത് ആൽക്കലിയിലാണ്, നേർപ്പിച്ച സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ. ഇതിലേക്ക് നമുക്കിത്തിരി ഫിനോൾഫ്തലീൻ ചേർത്ത് നോക്കിയാലോ? നോക്കൂ, ആൽക്കലിയിൽ ഫിനോൾഫ്തലീൻ ചേർത്തപ്പോൾ എന്ത് നിറമാണുണ്ടായത്? അത് പിങ്ക് നിറമായി. അങ്ങനെയാണെങ്കിൽ ഏതു തരം പദാർത്ഥത്തെ തിരിച്ചറിയാനാണ് നമുക്ക് ഫിനോൾഫ്തലീൻ ഉപയോഗിക്കാൻ കഴിയുക? ശരിയാണ്, ആൽക്കലി സ്വഭാവമുള്ള പദാർത്ഥങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സൂചകമായി ഫിനോൾഫ്തലീൻ ഉപയോഗിക്കാം. ലാബിൽ ഉപയോഗിക്കുന്ന ഒരു സൂചകമാണ് ഈ ഫിനോൾഫ്തലീൻ എന്ന് കൂട്ടുകാർ ഓർമ്മിക്കുക. ഫിനോൾഫ്തലീൻ എന്ന സൂചകം ആസിഡിൽ യാതൊരു നിറമാറ്റവും കാണിക്കുന്നില്ല. അതേസമയം അത് ആൽക്കലിയിൽ പിങ്ക് നിറം കാണിക്കുന്നു. ഇനി പരീക്ഷണശാലയിൽ ഉപയോഗിക്കുന്ന മറ്റൊരു സൂചകത്തെ കൂടി പരിചയപ്പെട്ടാലോ? ആ സൂചകത്തിൻ്റെ പേരാണ് മീഥൈൽ ഓറഞ്ച്. മീഥൈൽ ഓറഞ്ചിന് നിറമുണ്ട്. ഇതിൻ്റെ നിറം കൂട്ടുകാരൊന്ന് ശ്രദ്ധിക്കൂ.
ആസിഡിലും ആൽക്കലിയിലും നിർവീര്യ പദാർത്ഥങ്ങളിലും മീഥൈൽ ഓറഞ്ചിൻ്റെ നിറം എങ്ങനെയാണ്? നമുക്കൊന്ന് നോക്കിയാലോ. ഇനി നമുക്ക് ഇതേ പരീക്ഷണം നേർപ്പിച്ച ആസിഡ് ഉപയോഗിച്ച് ചെയ്യാം. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡിനകത്തേക്ക് നമുക്കിത്തിരി മീഥൈൽ ഓറഞ്ച് ചേർക്കാം. നോക്കൂ, ആസിഡിൽ ഇതിനുണ്ടായ നിറമാറ്റമൊന്ന് നിരീക്ഷിക്കൂ. ഇത് ഇളം പിങ്ക് നിറമാണ് കാണിക്കുന്നത്. ഇനി ആൽക്കലിയായ സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനി ഉപയോഗിച്ച് ഇതേ പരീക്ഷണം ചെയ്യാം. ഇതിലേക്ക് മീഥൈൽ ഓറഞ്ച് ചേർത്താൽ എന്ത് നിറമാണ് ഉണ്ടാവുക? ഇത് മഞ്ഞ നിറമാണ് കാണിക്കുന്നത്. ആൽക്കലിയിൽ അത് ഇളം മഞ്ഞ നിറം കാണിക്കുന്നു. ആസിഡിലുള്ളത് ഇളം പിങ്ക് നിറമാണ്. ഈ കാര്യങ്ങൾ കൂട്ടുകാർ രേഖപ്പെടുത്തണേ. രേഖപ്പെടുത്തിയത് ഇങ്ങനെ തന്നെയാണോ? ഒന്ന് സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കൂ. കൂട്ടുകാരെ, നമ്മൾ ആദ്യം ഒരു പരീക്ഷണം ചെയ്തിരുന്നു. ഗ്ലാസ്സിലെ വെള്ളത്തിൻ്റെ നിറം മാറ്റുന്ന പരീക്ഷണം. ആ പരീക്ഷണത്തിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്തായിരുന്നു? ഒന്ന് പറയൂ. ഫിനോൾഫ്തലീനും ആൽക്കലിയും ഉപയോഗിച്ചാണ് ഈ മാജിക് കാണിച്ചത്. ഗ്ലാസ്സിലെടുത്ത ദ്രാവകം ആൽക്കലിയാണ്. ഒഴിഞ്ഞ ഗ്ലാസ്സിൽ ഫിനോൾഫ്തലീൻ ചേർത്ത് വെച്ചിരുന്നു. അതിലേക്ക് ആൽക്കലി ഒഴിച്ചപ്പോഴാണ് പിങ്ക് നിറമുണ്ടായത്. ശരിയാണ്. നമ്മൾ ആദ്യം ഗ്ലാസ്സിലെടുത്ത നിറമില്ലാത്ത ദ്രാവകം ഒരു ആൽക്കലിയാണ്. ദ്രാവകം ഒന്നുമില്ലാത്ത ഒഴിഞ്ഞ ഗ്ലാസ്സിന് തോന്നിപ്പിച്ച ഗ്ലാസ്സിൽ നമ്മൾ നേരത്തെ ഫിനോൾഫ്തലീൻ ചേർത്ത് വെച്ചിരുന്നു. ആ ഫിനോൾഫ്തലീനിലേക്കാണ് നമ്മൾ ആൽക്കലി ഒഴിച്ചത്. അപ്പോഴാണ് ഗ്ലാസ്സിലെ ദ്രാവകത്തിൻ്റെ നിറം മാറിയത്. രഹസ്യം മനസ്സിലായല്ലോ. നമ്മുടെ പാഠപുസ്തകത്തിലെ 45-ാമത്തെ പേജിൽ ആസിഡിനെയും ആൽക്കലിയെയും തിരിച്ചറിയാൻ സഹായിക്കുന്ന സൂചകങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്താനുള്ള ഒരു പ്രവർത്തനം ഉണ്ട്. ആ പ്രവർത്തനം കൂട്ടുകാർ ചെയ്ത് പൂർത്തിയാക്കണം. എന്നിട്ട് അത് ടീച്ചറുടെ നമ്പറിലേക്ക് അയച്ചു കൊടുക്കുകയും വേണം. ഇപ്പോൾ ചെയ്ത പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂട്ടുകാർക്ക് അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. കൂട്ടുകാരെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ആദ്യം പഠിച്ചത് ആൽക്കലികളെ കുറിച്ചാണ്. ചുവന്ന ലിറ്റ്മസ് പേപ്പറിനെ നീലയാക്കുന്ന പദാർത്ഥങ്ങളാണ് ആൽക്കലികൾ. അവയ്ക്ക് കാരരുചിയുണ്ട്, വഴുവഴുപ്പും ഉണ്ട്. പിന്നീട് നമ്മൾ പഠിച്ച കാര്യം സൂചകങ്ങളെക്കുറിച്ചാണ്. പ്രകൃതിദത്തമായ നിരവധി വസ്തുക്കൾ നമുക്ക് സൂചകങ്ങളായി ഉപയോഗിക്കാൻ കഴിയും. അതേപോലെ തന്നെ ലാബിൽ ഉപയോഗിക്കുന്ന 2 സൂചകങ്ങളും, ഒന്ന് ഫിനോൾഫ്തലീനാണ്, മറ്റൊന്ന് മീഥൈൽ ഓറഞ്ചും. അവയുണ്ടാക്കുന്ന നിറമാറ്റവും കൂട്ടുകാർ പഠിച്ചല്ലോ. ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായി കുറിപ്പുകളായി നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. ആസിഡുകളുടെയും ആൽക്കലികളുടെയും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.